നേതാവ് രൂപേഷിന്റെ ജയിൽ മോചനത്തിനായി ഇടപെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തെഴുതി. മോചനം സാധ്യമായ ഘട്ടത്തിൽ വർഷങ്ങൾ പഴക്കമുള്ള കേസ് ചുമത്തിയ നടപടി പരിശോധിക്കണമെന്ന ആവശ്യം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, ഈ മോചനം അതിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു. മോചനം സാധ്യമാകുമെന്ന ഘട്ടത്തിലാണ് പുതിയൊരു കേസ് ചുമത്തുന്നത്. അതിൽ അസ്വാഭാവികതയുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പങ്കാളി തന്നെ പറഞ്ഞിരുന്നു. അതിലാണ് ഇപ്പോൾ CPIയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, തീർച്ചയായും അത്തരത്തിൽ തന്നെ വേണം ഇതിനെയും കാണാൻ. കാരണം രൂപേഷിന്റെ പങ്കാളി ഷൈനി ഉൾപ്പെടെ ഈ ആവശ്യം ഉന്നയിച്ച് പരാതികളുമായി രംഗത്ത് വന്നിരുന്നു. കാരണം 2012 ഒരു കേസാണ് ഇപ്പോൾ രൂപേഷിന്റെ മറ്റ് കേസുകളിൽ നിയമപരമായ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ജയിൽ മോചനത്തിനുള്ള കാര്യങ്ങൾ ഘട്ടത്തിൽ ഇപ്പോൾ 2012 ബൽസങ്ങാടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസുമായി കർണാടകയിൽ നിന്ന് അറസ്റ്റ് വാറന്റ് വന്നിരിക്കുന്നത്. ഇത് സ്വാഭാവികമായും ഇയാളുടെ ജയിൽ മോചനത്തിന് തടസ്സം നിൽക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പങ്കാളി ഷൈനി ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നത്. തുടർന്നാണ് ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഇത്തരത്തിൽ ഒരു അഭ്യർത്ഥന നടത്തിക്കൊണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചിരിക്കുന്നത്. മാവോയിസ്റ്റ് ആശയത്തെയോ രാഷ്ട്രീയത്തെയോ പിൻപറ്റുന്നവരല്ല CPI. പക്ഷേ ജനാധിപത്യപരമായി മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രൂപേഷിന്റെ രാഷ്ട്രീയ അവകാശത്തിന് അപ്പുറത്ത് ജനാധിപത്യപരമായ മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് പുനഃപരിശോധിക്കണം. ഇത്തരത്തിൽ അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള നടപടികൾക്ക് ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇത്തരത്തിൽ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുള്ളത്. എന്തായാലും അനുഭാവപൂർണമായ നടപടി കർണാടക മുഖ്യമന്ത്രിയിൽ നിന്ന് ആവശ്യപ്പെട്ടുള്ള കത്താണ് CPI സംസ്ഥാന സെക്രട്ടറി അയച്ചിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും മോചനത്തിനിടയ്ക്ക് ഇത്തരത്തിൽ ഒരു കർണാടകയിൽ നിന്ന് പോലീസ് ഇടപെടൽ ഉണ്ടാവുന്നു എന്നത് വലിയ ചർച്ചയായിരുന്നു. അതിനിടയ്ക്കാണ് CPI സംസ്ഥാന സെക്രട്ടറിയുടെ ഇത്തരത്തിൽ നേരിട്ടുള്ള ഒരു ഇടപെടൽ എന്നതും ശ്രദ്ധേയമാണ്. അഖില, നേതാവ് രൂപേഷിന്റെ ജയിൽ മോചനത്തിനായി CPI ഇടപെടൽ ഉണ്ടാകുന്നു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തെഴുതിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് രതീഷ് വാസുദേവൻ നൽകിയത്.